ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിൻഡ വർഗീസ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ ചെങ്ങന്നൂർ വരെ നടത്തുന്ന ഒരു യാത്രയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് ട്രിവാൻഡ്രം എക്സ്പ്രസ്, ട്രെയിൻ നമ്പർ 16348. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഈ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ 2AC കോച്ചിലാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. 2AC കോച്ചുകളെല്ലാം ഇതുപോലെ കർട്ടനിട്ട് തിരിച്ചേക്കുകയാണ്. ഓരോ ബെർത്തിലേക്കും വേണ്ടുന്ന ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, പില്ലോ വിത്ത് കവർ ഒക്കെ വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് സാധാരണയായിട്ട് വാഷ് ചെയ്ത് പാക്കായിട്ട് കവറിലിട്ടാണ് വെക്കേണ്ടുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. ചാർജിങ് പോയിൻ്റ് ഉണ്ട്, റീഡിംഗ് ലാമ്പ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കോച്ചിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 2:20 ഈ ട്രെയിൻ പുറപ്പെടുന്ന സമയം. കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ചെന്നൈ മാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. കറക്റ്റ് സമയത്തിന് തന്നെ ട്രെയിൻ പുറപ്പെട്ടെങ്കിലും സ്റ്റേഷൻ വിട്ട് അധിക സമയമാകുന്നതിന് മുന്നേ, അതായത് നേത്രാവതി ബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ 20-25 മിനിറ്റോളം വണ്ടി പിടിച്ചിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ യാത്ര തുടരുന്നത്. ഇപ്പോൾ വെളിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ്. ട്രാക്കിലും സൈഡിലും ഒക്കെയായിട്ട് നിറയെ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ കാണുന്നുണ്ട്. മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മനോഹരമായ കാഴ്ച നേത്രാവതി പുഴയും അതിനു മുകളിലൂടെയുള്ള പാലങ്ങളും. കേരളത്തെയും കർണാടകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലങ്ങൾ ഉള്ളാൽ ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നുണ്ട്. പുഴയിൽ നിന്ന് ഏതാണ്ട് 34 അടി ഉയരത്തിലാണ് ഈ പാലങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 805 മീറ്ററോളം നീളമുണ്ട്. ഒരു സൈഡിലായിട്ട് NH-66 കടന്നു പോകുന്നു, മറു സൈഡിലായിട്ട് 2 റെയിൽവേ ട്രാക്കുകളും. ഒരു ട്രാക്കിലൂടെയാണ് ഇപ്പോൾ ഈ യാത്ര ചെയ്യുന്നത്, മറ്റൊരു ട്രാക്കാണ് ഈ കാണുന്നത്. അതിലെന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ശരിക്കും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ പുഴയുടെ മുകളിലൂടെയുള്ള പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത്. അവിടെ ദൂരെയായിട്ട് കാണുന്ന ഈ പാലമാണ് NH-66. മംഗലാപുരത്ത് നിന്ന് ചെങ്ങന്നൂർ വരെയുള്ള യാത്രയിൽ മറ്റ് കാഴ്ചകളൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. നേത്രാവതി പുഴ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഇതെല്ലാം ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി 1:15 ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആകെ മൊത്തം നല്ല തിരക്കിലും അനക്കത്തിലുമാണ്, രാത്രി ആയാലും പകലായാലും. ഞങ്ങളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന സമയം ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. നട്ടപ്പാതിരാത്രിക്ക് ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് വന്ന ഈ ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലും കുറേയേറെ അയ്യപ്പ ഭക്തർ ഇവിടെ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലും കാണുന്നൊരു കാഴ്ചയാണ്. നിലത്ത് ഇതുപോലെ അയ്യപ്പ ഭക്തർ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് ശരിക്കും സങ്കടമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. കാരണം ഇതിൽ പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്ക് ഒരുപാട് ദൂരത്തു നിന്ന് യാത്ര ചെയ്ത് നമ്മുടെ നാട്ടിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നവരാണ്. വലിയ സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുത്തില്ലെങ്കിലും ഇങ്ങനെ നിലത്ത് കിടത്താതെ അത്യാവശ്യം അവർക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതല്ലേ. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. സ്റ്റേഷൻ്റെ അടിവശത്തായിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇവിടെയും കുറേ അയ്യപ്പ ഭക്തരാണ് കിടക്കുന്നത്. അവർ തുണിയൊക്കെ കഴുകി വിരിച്ചിട്ടേക്കുന്നു. മറ്റൊരു വശത്തായിട്ട് വലിയ വലിയ പാത്രങ്ങളിൽ എന്തൊക്കെയോ പാചകം ചെയ്യുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്താണേലും അത് നല്ലൊരു കാര്യമാണ്. അധികം ദൂരം പോകാതെ അറ്റ്ലീസ്റ്റ് അവർക്ക് ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ, ഫ്രീ ആയിട്ടാണേലും പൈസ കൊടുത്തിട്ടാണേലും. രാത്രിയിൽ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല മനോഹരമാണ് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട്
ഇപ്പോൾ ശബരിമലയിൽ ചെന്ന അതേ ഒരു പ്രതീതിയാണ് ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും. രാത്രി 1:30 കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഈ കാണിക്കുന്നത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉള്ളത്. ബസ് സ്റ്റാൻഡിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഈ രാത്രിയിൽ ഇതാണ് ഇവിടുത്തെ തിരക്കെങ്കിൽ പകലത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിലും റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. പ്രൈവറ്റ് ബസ്സുകളൊന്നും ഈ രാത്രിയിൽ അധികം കണ്ടില്ലെങ്കിലും KSRTC ബസ് ഒരുപാട് ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ നിന്നുമുണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നത് കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ലിൻഡ വർഗീസ്.